അല്ല അതാണ് ഞാനും പറഞ്ഞത്. അതായത് 81 വയസ്സായ ഒരു കാരണവർക്ക് താങ്കൾ പറഞ്ഞ പോലെ 60 താഴെ അല്ലെങ്കിൽ മിഡ് 40 മുതൽ 50 വരെയുള്ളവരുടെ തന്നെ അതായത് തൻ്റെ മക്കളുടെ പ്രായമുള്ളവരുടെ തന്നെ മനസ്സറിയാൻ കുറച്ച് ശരിക്കും പ്രയാസപ്പെടണം. അപ്പോൾ ജെൻസിയുടെ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ. അവരൊക്കെ എങ്ങനെ നിങ്ങളെ കാണുന്നു, നിങ്ങളുടെ ക്ലെയിംസിനെ എങ്ങനെ കാണുന്നു എന്ന് പറഞ്ഞു കൊടുക്കാൻ ഒരു പാർട്ടി സിസ്റ്റം, അതായത് ഓർഗനൈസ്ഡ് കേഡർ പാർട്ടിയാണ് CPM-ൻ്റെയും CPI-യുടെയും. അവർക്കില്ലാതെ പോയി എന്നുള്ള ഒരു വാസ്തവം കൂടി അതിനകത്തില്ലേ. അതായത് നിങ്ങൾ പറയുന്നതൊക്കെ ശരിയായിരിക്കും, പക്ഷേ നിങ്ങൾ കണക്ട് ചെയ്യുന്നില്ല ജനങ്ങളുമായിട്ട്, വോട്ടേഴ്സുമായിട്ട് എന്ന് പറഞ്ഞു കൊടുക്കാൻ ഒരു പാർട്ടി സിസ്റ്റം, അതും കേഡറായിട്ടുള്ളൂ. ഞാനത് പറയാൻ കാരണം BJP-യുടെ എല്ലാ വിക്ടറിയുടെയും അല്ലെങ്കിൽ എല്ലാ ജയത്തിൻ്റെയും കാരണം ബംഗാളിലോ ആസാമിലോ ഒക്കെ അവർ പറയുന്നത് RSS ഒരു കേഡറായിട്ട് പ്രവർത്തിക്കുന്നു. അത് NGO രജിസ്റ്റേർഡ് ഉള്ള കൾച്ചർ എന്നൊക്കെ പറയും, പക്ഷെ അവർ പ്രവർത്തിക്കുന്നത് BJP-യുടെ കാലാൾപ്പടയായിട്ടാണ്. അവരാണ് RSS-നെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അവർ പറയുന്നത് ഞങ്ങൾക്ക് രാവിലെ ശാഖയിൽ വരുന്നവരോട് ചോദിച്ചാൽ മാത്രം മതി എന്താണ് അവിടെ നടക്കുന്നതെന്ന് അറിയാൻ പറ്റും. ആ ഒരു ഇൻഫോർമേഷൻ ഫ്ലോ CPM CPI കൊടുക്കേണ്ട ആ ഇൻഫർമേഷൻ ഫ്ലോ ഇല്ലാതെ പോയി. അതായത് പാർട്ടി സ്ട്രക്ചറിനെ തന്നെ ഒരുതരം നാട്ടിലിപ്പോൾ കേൾക്കുന്ന പോലെ നമ്മൾ ഇന്ന ആളുടെ കൂടെ നിന്നാൽ നമുക്ക് ചിലതൊക്കെ കിട്ടും. അതായത് കൊടുക്കൽ വാങ്ങൽ ട്രാൻസാക്ഷണൽ പാർട്ടിയായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ മാറ്റി നേതൃത്വം. അതുകൊണ്ടല്ലേ എനിക്ക് തോന്നുന്നത് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് മെസ്സേജിങ്ങിൽ അവർക്കുണ്ടാകാൻ, അത് ഭീകരമായിട്ടുണ്ടാകാനുള്ള ഒരു കാരണം. വളരെ കൃത്യമായിട്ട് പോയിന്റാണ് സാർ. അത് ഒരു സംശയരഹിതമായിട്ട് പറയാൻ വളരെ കൃത്യസ്ഥലത്ത് തന്നെ സാർ ഹിറ്റ് ചെയ്ത്. അതിൻ്റെ അകത്ത് അത് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ഒരു തുടർന്ന പ്രക്രിയയാണ്. എന്തുണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ നോക്കിയാൽ ഞാൻ ഇതിൻ്റെ അകത്ത് ശ്രദ്ധിക്കാവുന്ന കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ 2-3 പ്രോഗ്രാംസ്, ടെലിവിഷൻ പ്രോഗ്രാംസ് പിണറായി വിജയൻ്റെ വേണ്ടി ചെയ്തിരുന്നു. അതായത് നവകേരളം അങ്ങനെയുള്ള ചില പ്രോഗ്രാംസ്. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് സുതാര്യ കേരളം എന്ന പ്രോഗ്രാം, അതായത് ജനത്തിൽ നിന്ന് അഭിപ്രായങ്ങൾ കേൾക്കുക, അവരുടെ പരാതികൾ കേൾക്കുക, അവരെ കൂടിയത് പരിഹരിക്കുക. ഇത് VS ഉണ്ടായി. അതിന് പകരം പിണറായി ആ പരിപാടി നിർത്തലാക്കിയിട്ട് നവകേരളം എന്ന വികസന ചർച്ച, അതിൻ്റെ ഒരു സ്ട്രക്ചറിന് രസമാണ്. അതിന് വിളിക്കുന്നത് പിണറായി വളരെ ദൂരത്തൊരു പൊസിഷനിലിരിക്കും, ഒരു രാജാവിനെ പോലെ. ഒരു 5-6 വളരെ പഴയ ജാതി വ്യവസ്ഥ പോലെ എത്രയോ അടി ദൂരെ കുറേ 5-6 ബ്യൂറോക്രാറ്റുകളെയും അതുപോലെ സമൂഹത്തിൽ ഉന്നതരായിട്ട് പൗരപ്രമുഖർ എന്ന് വിളിക്കുന്ന ആൾക്കാരിക്കും. അവർക്കാണെങ്കിൽ പിണറായി വിജയനോട് ഭവ്യതയും വിധേയത്വവും മാത്രമേ ഉള്ളൂ. അവർക്ക് ജനങ്ങളോട് അവർ ജനങ്ങളായിട്ട് യാതൊരു ബന്ധമില്ലാത്ത, അതിൽ കാണാവുന്ന ആൾക്കാരൊന്നും അക്കാഡമിക്സ് ആണ്. ചില അക്കാഡമിക്സ് ഉണ്ട് ഇപ്പോൾ CPM പ്രിയപ്പെട്ട, അവർക്ക് ജനങ്ങളായിട്ട് യാതൊരു ബന്ധവുമില്ല. അവരുടെ സ്റ്റുഡൻസായിട്ടുള്ള ബന്ധമുള്ള സംശയമുണ്ട്. രണ്ടാമതായ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ബ്യൂറോക്രാറ്റ്സ്. ഇപ്പോൾ ചില ബ്യൂറോക്രാറ്റ്സ് ആണ്, റിട്ടയർ ചെയ്ത ബ്യൂറോക്രാറ്റ്സിന് ജനങ്ങളായിട്ട് കമ്മ്യൂണിക്കേഷൻ ഒരു ഡിസ്കണക്റ്റഡ് ആയിട്ട് ബ്യൂറോക്രാറ്റ്സ് ആണ്. അവരുടേതായ അവരുടെ ഫയലുകളുടെ കൂമ്പാരത്തിൽ ജീവിച്ചു, പിന്നെ പുറത്തിന് ശേഷം അവർ അതുപോലെ ലോകത്ത് ജീവിക്കുന്നവർക്ക് ഇവരെയാണ് വിളിച്ചിട്ട് ചർച്ച ചെയ്യുക. ഇവർക്ക് എന്തെങ്കിലും പിണറായിനോട് പറയാൻ പറ്റും? ഈ പൗരപ്രമുഖർക്ക് അവർക്ക് അവരുടേതായ വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് അല്ലാതെ അവർക്ക് എന്തെങ്കിലും പുതിയ സ്ഥാനം കിട്ടണം, അവർക്ക് എന്തെങ്കിലും എന്താ പറയുക പോസ്റ്റ് റിട്ടയർമെന്റ് എന്തെങ്കിലും പദവി കിട്ടണം എന്നൊക്കെ മാത്രം ആഗ്രഹിച്ച് പിണറായി വിജയന് മുമ്പിൽ വന്നാൽ അവരൊന്നും യാഥാർത്ഥ്യം ഇദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തില്ല. മാത്രമല്ല ഇദ്ദേഹം ഇത് ഇൻസെന്റിവൈസ് ചെയ്യുന്നൊരു മെക്കാനിസം ഉണ്ടാക്കി. കാര്യം ഇദ്ദേഹത്തെ പ്രകീർത്തിക്കുന്ന ആൾക്കാർ ഇൻസെന്റിവൈസ് ചെയ്യുന്ന മെക്കാനിസം, അതായത് അതിനകത്ത് ക്രിട്ടിക്കൽ എന്നൊരു പാർട്ട്, അതായത് ഒരു ഓർഗനൈസ്ഡ് പൊളിറ്റിക്കൽ സിസ്റ്റത്തിനകത്ത് വേണ്ട ക്രിട്ടിക്കലായിട്ടുള്ള ചിന്ത, ഉയർന്ന ഒരു ചിന്ത അതില്ലാതായി. കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി സെക്രട്ടറി ആക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ജനകീയ നേതാവായിട്ട് കുറെ കാലം അദ്ദേഹത്തിന് ഉൾക്കൊള്ളാനായി. പുതിയ പാർട്ടി സെക്രട്ടറി പരമവിധേയനായിരുന്നു. അദ്ദേഹം സൃഷ്ടിച്ച ആപത്തുകൾ പിണറായിനേക്കാളും ദൂരവ്യാപകമാണ്. അദ്ദേഹം ഒന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല, മാത്രം അദ്ദേഹത്തിന് കമ്മ്യൂണിക്കേഷൻ അറിയുമായിരുന്നു. അദ്ദേഹം തെറ്റായ വിവരങ്ങളാണ് നേതൃത്വം അറിയിച്ചുകൊണ്ട്. അദ്ദേഹത്തിന് ജനങ്ങളുടെ പൾസ് എന്താണ്, ഒരു ലീഡർഷിപ്പുള്ള ആൾക്ക് അറിയേണ്ട കാര്യം ജനങ്ങളെ ചിന്തിക്കുന്ന പൾസ്. അപ്പോൾ അതായത് പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചുള്ള കാര്യം, കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് ഗവൺമെന്റിന്റെ വിമർശനത്തെ അദ്ദേഹം മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ ഒരു തന്മയത്തോടെ ഡിഫെൻഡ് ചെയ്യുക, അതിനെ പുച്ഛിക്കുക, ആക്രമിക്കുക എന്നാണ് ചെയ്ത് തന്മയത്തോടുകൂടി കേട്ടുകൊണ്ട് ഒരു ഫീലിംഗ് ഉണ്ടാക്കും. ഇതല്ല എന്ത് പറഞ്ഞാൽ ശുദ്ധ അസംബന്ധം എന്നാണ് ഈ പാർട്ടി സെക്രട്ടറി എപ്പോഴും പറഞ്ഞുകൊണ്ട് കാര്യം. ശുദ്ധ അസംബന്ധം, അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട വാക്കായിരുന്നു ശുദ്ധ അസംബന്ധം. അങ്ങനെ വളരെ തെറ്റായ റെട്ടറിക് ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം നിനക്ക് നേരിട്ടു. അതുകൊണ്ട് തന്നെ അത് പാർട്ടി ഒരു അടഞ്ഞ സിസ്റ്റമായി, ജനങ്ങളായിട്ട് യാതൊരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്ത, ജനങ്ങളിൽ അന്യവൽക്കരിച്ച സിസ്റ്റമായി സ്വയം മാറുകയും ഗവൺമെന്റ് മാറുകയും യഥാർത്ഥത്തിൽ ഫീഡ്ബാക്ക് അവർക്ക് കിട്ടാതായി. അവർ വിചാരം പിണറായി വിജയനെ ഈ കേരളം മുഴുവൻ ആരാധിക്കുന്നു, പിണറായി വിജയനെ അനുകൂലമായി സ്തുതി പാടുന്ന തെറ്റിദ്ധാരണയ്ക്കകത്ത് ഇവരെ മെസ്സേജിങ് ഉണ്ടാക്കി ബാക്ക്ലാഷ് ചെയ്തു, ഒറ്റയടിക്ക് തിരിച്ചടിച്ചു. അപ്പോൾ ഇവരുടെ പ്രധാനപ്പെട്ട സാറ് പറഞ്ഞ പോലെ തന്നെ ഇതിനെ
ഈ ഇവര് ഫ്രെയിം ചെയ്തതെല്ലാം തന്നെ അവർക്ക് പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഒരു പൾസ് അറിഞ്ഞുകൊണ്ടല്ല ചെയ്ത് ഇവര് ഇൻസെന്റീവ് ഇവരെ അതായത് ഇദ്ദേഹത്തെ ഗ്ലോറിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ ഇദ്ദേഹത്തെ സ്തുതി പാടുന്ന കുറച്ച് ആൾക്കാരുടെ ഒരു സംവിധാനം ഉണ്ടാക്കി അവര് വഴിയാണ് കാര്യങ്ങൾ മനസ്സിലാക്കിയത്. അവർ യാഥാർത്ഥ്യം ഒരിക്കലും മനസ്സിലാക്കിയത് പറഞ്ഞു കൊടുക്കില്ല. അതായത് ഇദ്ദേഹത്തെ ഭയം കൊണ്ടായിരിക്കാം. അതിന്റെ തിരിച്ചടിയാണ് ഇപ്പോൾ നേരിട്ടത്. അത് അതുപോലെ തന്നെ ബി ജെ പിയുടെയും അവര് എൻ ഡി എ എന്ന് പറഞ്ഞുകൊണ്ട് 2020 ഓഫ്കോഴ്സ് നമ്മുടെ തുഷാര വെള്ളാപ്പള്ളിയുടെ പാർട്ടിയുമായിട്ടും നേരത്തെ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടല്ലോ. 2020 അവർക്ക് മനസ്സിലായി ക്രിസ്ത്യൻ ഗ്രൂപ്പ്സിനെ കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ 2020 വഴി ഒന്ന് ശ്രമിച്ച് നോക്കാം എന്നുള്ള മട്ടിലാണ്. അതായത് അല്ലെങ്കിൽ തിരുക്കാക്കരയും ഇനി കൊടുങ്ങല്ലൂരും ഒന്നും 2020 സ്ഥാനാർത്ഥികളെ അവരങ്ങനെ കൊടുക്കാറില്ല. അവരുടെ തന്നെ കുറച്ചൊക്കെ ബേസുള്ള ഏരിയാസാണ്. അപ്പം അങ്ങനെ ആ എക്സ്പെരിമെൻ്റ് പോലും പരാജയപ്പെട്ടു. അതായത് പക്ഷെ ഒന്നുണ്ട്, കേരളത്തിൽ ഞാൻ കേൾക്കുന്നത് 55% ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ ഒരു 1/3 അവരുടെ കൂടെ ആയിക്കഴിഞ്ഞു. അതിനെ എങ്ങനെയും വളർത്തുകയോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ സമൂഹത്തിലെ ഒരു വിഭാഗത്തെ തങ്ങളുടെ കൂടെ കൊണ്ടുവന്നാലേ അത് ഇലക്ട്രൽ പൊളിറ്റിക്സിൽ അവർക്ക് വിജയിക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളൊരു ഒരു ബോധം അവർക്കുണ്ടായിട്ടുണ്ട്. അതാണ് എനിക്ക് തോന്നുന്നത് അവരുടെ ഒരു തരത്തിൽ പറഞ്ഞാൽ ഡേലമയും. അതായത് ഞാൻ കേട്ടു ഷോൺ ജോർജ് പറഞ്ഞു, നിങ്ങൾ BJP ഹിന്ദുത്വ അജണ്ട ഉപേക്ഷിക്കണം. എനിക്ക് ചിരി വന്നത് കേട്ടപ്പോൾ, ഇവിടെ കേട്ടപ്പോൾ. അതായത് പുള്ളിയോട് ഒരു വിദ്വാൻ പറയുകയാണ്, നിങ്ങളുടെ പുള്ളികൾ ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞാലോ നമ്മൾക്ക് ചിരിയല്ലേ വരുത്തുള്ളൂ. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ അണ്ടർസ്റ്റാൻഡിങ്ങിനെ ഒരു പ്രതിഫലനമായിട്ട് കാണാം. അപ്പം ഇവിടെയാണ് ഈ പ്രശ്നം. കേരളത്തിലെ ഹിന്ദുത്വ BJP ഇവിടെ വെക്കുന്ന, നോർത്ത് ഇന്ത്യയിൽ വെക്കുന്ന ഹിന്ദുത്വ അജണ്ട, മുസ്ലിം വിരുദ്ധത ഒന്നും കേരളത്തിൽ പറയാൻ പോലും അവർക്ക് കഴിയുന്നില്ല. അതല്ലേ പ്രശ്നം. വികസനം എന്ന് പറയുന്ന ആ ഒരു മെസ്സേജിങ്, അതായത് തങ്ങളുടെ ഒറിജിനൽ അജണ്ട അവർക്ക് മുന്നോട്ട് വെക്കാൻ പറ്റുന്നില്ല. പിന്നെ വികസനം എന്ന് പറയുമ്പോൾ പിണറായി വിജയൻ അല്ലെങ്കിൽ ഇടതുപക്ഷം അതിലും വലിയ വികസനമല്ലേ അവർ എക്സാമ്പിളായിട്ട് വെച്ചത്. അപ്പോൾ എനിക്കൊന്ന് BJPയുടെ മെസ്സേജിങ്ങിൻ്റെ ഒരു പരാജയം ഇതാണ്. അവർക്ക് അവരുടെ ഒറിജിനൽ അജണ്ട വെക്കാൻ പറ്റുന്നില്ല. വേറൊരു ആൾട്ടർനേറ്റ് അജണ്ട വികസനത്തിലാണെങ്കിലും മറ്റ് സാമൂഹിക ഇടപെടലിലാണെങ്കിലും അവർക്കൊരു വേറൊരു ആൾട്ടർനേറ്റ് അജണ്ട വെക്കാനും കഴിയുന്നില്ല. അതുകൊണ്ടല്ലേ അവരിങ്ങനെ നിൽക്കുന്നത്. അതായത് താങ്കൾ പറഞ്ഞ പോലെ 20% നിന്ന് 14%. അത് പലരും പറയാനുണ്ട്, ശ്രീ നരേന്ദ്രമോദി, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇമേജിൻ്റെ പുറത്താണ് 6% കൂടുതൽ വോട്ട് വരുന്നതെന്നാണ് പറയുന്നത്. അത് ഈ അവസരത്തിൽ BJPക്ക് മുന്നോട്ടുള്ള പോക്ക് എങ്ങനെയായിരിക്കും എന്നാണ് ദാമോദരൻ്റെ അഭിപ്രായം? BJPയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു അവർ വളരെ സ്ട്രാറ്റജിക്കായി നീങ്ങാൻ പോകുന്നത് വളരെ തോന്നുന്നു. BJPയെ സംബന്ധിച്ചിടത്തോളം അവരുടെ വർഗീയത അവർ പറഞ്ഞില്ല എന്നുള്ള ശരിയല്ല സർക്കാർ. അവർ വർഗീയത ഈ ക്യാമ്പയിനിൽ ഉപയോഗിച്ചിട്ടുണ്ട്. കാര്യം ഗുരുവായൂർ മത്സരിക്കാൻ പോയ സ്ഥാനാർത്ഥി അവരുടെ B. ഗോപാലകൃഷ്ണൻ പച്ചയായ വർഗീയതയാണ് പറഞ്ഞത്. രാജ് ചന്ദ്രശേഖരൻ അതിനെ അനുകൂലിച്ചുകൊണ്ട് ചോദിച്ച ചോദ്യം ഞാനിപ്പോഴും മറക്കില്ല. മെക്കയിൽ നിങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്തുമെന്നൊക്കെ ചോദിച്ചുള്ള അസംബന്ധ ചോദ്യങ്ങൾ രാജ് ചന്ദ്രശേഖരൻ ചോദിച്ചു. അപ്പോൾ വർഗീയതയൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവർക്ക് വർഗീയത കൊണ്ട് കേരളത്തിൽ പിടിച്ചു വെക്കാൻ പറ്റില്ലെന്ന് അറിയുന്നത് അവർ വികസന പദ്ധതികൾ മുന്നോട്ട് വെച്ചു. പക്ഷേ BJPയുടെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രണ്ടിനപ്പുറത്തേക്ക് അവർക്ക് വേറെ രാഷ്ട്രീയം കേരളത്തെ കുറിച്ചില്ല. കാര്യം അവരുടെ ഒരു ഉത്തരേന്ത്യൻ ഫ്രെയിംവർക്കാണുള്ളത്. ആ ഉത്തരേന്ത്യൻ ഫ്രെയിംവർക്ക് കേരളത്തിൻ്റെ അകത്ത് സൂട്ടബിൾ അല്ല. അതായത് കേരളത്തിൻ്റെ അകത്തല്ല, ഒരു പക്ഷേ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ തരത്തിൽ സൂട്ടബിൾ അല്ലാത്ത ഫ്രെയിംവർക്കാണ് അവരുടെ പൊളിറ്റിക്കൽ ഫ്രെയിംവർക്കാണുള്ളത്. അപ്പോൾ അവർക്ക് ഈ പല അലയൻസ് ഉണ്ടാക്കി ചില കോമ്പിനേഷൻസ് ഉണ്ടാക്കി വേണം അവർക്കത് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിലാണ് ഒരു ഉദ്ദേശിച്ചത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നായർ പ്ലസ് ഇഴവ പ്ലസ് ക്രിസ്ത്യൻ കോമ്പിനേഷൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത്. അതിൽ നായർ കമ്മ്യൂണിറ്റി നമ്മളിപ്പോൾ പറയാം, നായർ കമ്മ്യൂണിറ്റി വിഭാഗം CPM-ലേക്ക് അല്ല BJP-യിലേക്ക് കുറച്ച് മുമ്പ് തന്നെ അടർന്നു പോയിട്ടുള്ളത് യാഥാർത്ഥ്യമാണ്. ഇഴവ കമ്മ്യൂണിറ്റിയാണ് ഏറ്റവും ടാർഗറ്റഡ് കമ്മ്യൂണിറ്റി. ആ കമ്മ്യൂണിറ്റി സബ്സ്റ്റാൻഷ്യലായിട്ട് ഒരു ഡോമിനേഷൻ കിട്ടുകയാണെങ്കിൽ BJP-ക്ക് പിന്നെയും ഇൻട്രോഡ്സ് ഉണ്ടാക്കാൻ പറ്റും. അതിൻ്റെ സൂചനകൾ കഴിഞ്ഞ കുറച്ച് കാലമായിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിലും അതുണ്ട്. അതില്ലാന്ന് പറയാൻ പറ്റില്ല. കാര്യം CPM-നെ തന്നെ അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. കാര്യം ഇന്ന് കോഴിക്കോട് നിന്ന് വിലയിരുത്തലുണ്ടായിട്ടുള്ള പോലും BJP-ക്ക് കൂടുതൽ വോട്ടുകൾ CPM-ന്ന് പോയി എന്നാണ് കോഴിക്കോട് നിന്നുള്ളൊരു വിലയിരുത്തൽ വന്നിട്ടുള്ളത്. കോഴിക്കോട് പല മണ്ഡലങ്ങൾ കണ്ടു. അത് കഴക്കൂട്ടത്ത് കാണാം, ചാത്തന്നൂർ കാണാം. അതിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതേസമയം തന്നെ കേരളത്തിൻ്റെ ഒരു പൊതു സമൂഹ മനസ്ഥിതിയിൽ BJP-ക്ക് ഒരു സ്പേസും ഇതുവരെ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് അവരുടെ പ്ലാൻ എന്ന് പറയുന്നത് ഇനി വരാൻ പോണ കാലത്ത് അവർ പറയാം, ഈ തവണ അവർ ഉദ്ദേശിച്ചത് തന്നെയായിരുന്നു ഒരു 5 സീറ്റ് 10 സീറ്റൊക്കെ പറഞ്ഞാൽ 3 സീറ്റിലേക്ക് ചുരുങ്ങി. അവർ തെരഞ്ഞെടുത്ത നിയോജക മണ്ഡലം ഉണ്ടാവും. ഇവരുടെ ഇക്വേഷൻസ് ഫലപ്രദമായ ചില മണ്ഡലങ്ങൾ
ആ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചായിരിക്കും അവർ പ്രവർത്തിക്കുക. പക്ഷെ അതും ഫലമാവുന്നില്ല എന്നുള്ള അതും വലിയ വിജയിക്കുന്ന കാര്യമാണ്. ഏറ്റവും തെളിവാണ് തൃശ്ശൂർ. ഇതിൽ ഒരു കാര്യം, ക്രൈസ്തവ വോട്ടിനെ കുറിച്ച് പറയുമ്പോൾ ചെറിയൊരു പ്രശ്നം ഉണ്ടാകുന്നത്, ക്രൈസ്തവ വോട്ട് FCRI പ്രശ്നം മാത്രമല്ല, കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ FCR പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തന്നെ നമ്മൾ കാണുന്നത് ഈ UDF ചാഞ്ഞു എന്നുള്ളതാണ്. ബി ജെ പി പ്രതീക്ഷ പഞ്ചായത്ത് തൃശ്ശൂരൊക്കെ BJP പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഈ കുറെ വോട്ട് BJPക്ക് അനുകൂലമായി കിട്ടിയില്ല. അപ്പോൾ ക്രൈസ്തവ വോട്ട് അല്ലാതെ തന്നെ ഈ FCRI ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ കേരളത്തിൽ ഒരു ഓൾട്ടർനേറ്റീവ് ഗവൺമെന്റ് ഫോർമേഷൻ UDF തന്നെയാണ് ബെറ്റർ ഓപ്ഷൻ എന്ന ധാരണയിലേക്ക് അവർ എത്തിയിരുന്നു. മാത്രമല്ല UDF ലീഡർഷിപ്പിൽ പല സതീശൻ ഉൾപ്പെടെ പല ലീഡർഷിപ്പും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലേക്ക് എത്തിയിരുന്നു. അത് ഞാൻ പറഞ്ഞ ഈ BJPക്കാർ ചെയ്തത്, BJPക്കാർക്ക് അറിയുന്നതിന് ഈ കേക്ക് ഡിപ്ലോമസി പോലെ ഈ മറ്റേ ബിഷപ്പ് ഹൗസിൽ പോവുക, അതുപോലെ സഭാ തലവന്മാരെ കാണുന്നതിൽ കഴിഞ്ഞ് ആ കമ്മ്യൂണിറ്റിയുടെ സാധനം ഉണ്ടല്ലോ, ഒരു കമ്മ്യൂണിറ്റി അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ തീർച്ചയായിട്ടും ഒരു സഭാപിതാവ് പറഞ്ഞാൽ വോട്ട് ചെയ്യുന്ന ആൾക്കാരാണ്, പക്ഷെ അതിനപ്പുറം ഒരു കമ്മ്യൂണിറ്റിക്ക് ഫീലിംഗ് ഉണ്ടാക്കിയാൽ മാത്രം അതിന് ഒരു അനുകൂലം അത് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. കാര്യം ഒരു കമ്മ്യൂണിറ്റി ഫീലിംഗ് ഉണ്ടാക്കിയില്ല, ക്രൈസ്തവരുടെ ഇടയിൽ ഒരു പേരും ഉണ്ടാക്കിയിട്ടില്ല. അത് തെറ്റായ പിക്ചർ മാധ്യമങ്ങൾ ഉണ്ടാക്കിയതാണ്. ക്രൈസ്തവ സമൂഹത്തിന്റെ ഉള്ളിലേക്കോ അവരുടെ സാമൂഹിക അനുഭവങ്ങളിലേക്കോ ഒന്നും BJPക്ക് ഒരു സ്പേസ് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അത് മാധ്യമങ്ങൾ കെട്ടിപ്പൊക്കിയതാ. അവർ വിചാരിച്ച ഓർത്തഡോക്സ് സഭ അധ്യക്ഷന്മാരെയും അല്ലെങ്കിൽ തന്നെ റോമൻ കത്തോലിക്ക സഭ അധ്യക്ഷന്മാരെയും കാണുകയും അവർ ചിരിക്കുകയും അവർ കെട്ടിപ്പിടിക്കുകയും ചെയ്താൽ ഒരു കമ്മ്യൂണിറ്റി മുഴുവൻ ഭാഗമാവുന്നുള്ളത് തെറ്റായ ഒരു നെറേറ്റീവ് മീഡിയ ബിൽഡപ്പ് ചെയ്തു. BJP അത് സ്വയം വിശ്വസിക്കുകയും ചെയ്തുകൊണ്ട്. അല്ലാതെ എനിക്ക് തോന്നുന്നത് FCRIക്ക് മുമ്പ് തന്നെ അങ്ങനെ ഒരു ഷിഫ്റ്റ് ഒന്നും ഉണ്ടായിട്ടില്ല കേരളത്തിൽ. അത് പഞ്ചായത്ത് ഇലക്ഷൻ എവിഡന്റ് ആണ്, ലോക്സഭ ഇലക്ഷനും എവിഡന്റ് ആണ്. തൃശ്ശൂര് സുരേഷ് ഗോപി ജയിച്ചാണ് ഒരു ഉദാഹരണം കാണിക്കുന്നത്. സുരേഷ് ഗോപി തൃശ്ശൂർ ജയിച്ചതിന് അതിൻ്റെ അകത്ത് വേറെയും പല കാരണങ്ങളും. സുരേഷ് ഗോപി ഒരു തവണ തോറ്റു. അയാൾക്ക് പ്രത്യേക സ്ഥലത്ത് ഇന്നാണല്ലോ മനസ്സിലാക്കുക അദ്ദേഹത്തിന് അത്ര വലിയ കാര്യക്ഷമമായി ചെയ്യാൻ പറ്റുന്നത് മനസ്സിലാക്കുന്ന വൈകിട്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ വാഗ്ദാനങ്ങൾ, എയിംസ് കൊണ്ടുവരും, മോഡിയും അയാളും തമ്മിലുള്ള ബന്ധം, പിന്നെ സുരേഷ് ഗോപിക്ക് ആ കോട്ടേന്റെ സിമ്പതി, അതുപോലെ തൃശ്ശൂർ കരുവന്നൂർ സഹകരണ ബാങ്കിലെ കൊള്ള, അതിൽ സുരേഷ് ഗോപി എടുത്ത ലീഡ് റോൾ അങ്ങനെയുള്ള കുറേ സുരേഷ് ഗോപിക്ക് അനുകൂലമായ ഒട്ടനവധി ഘടകങ്ങളാണ് അദ്ദേഹത്തിന് വോട്ട് ചെയ്യാനായിട്ട് പല സ്ഥലത്തും. അതിൽ ക്രൈസ്തവ വോട്ട് മുതൽ തൃശ്ശൂർ എല്ലാ കമ്മ്യൂണിറ്റിയും, മുസ്ലിം കമ്മ്യൂണിറ്റി വോട്ട് കിട്ടുന്നത്, പക്ഷേ എല്ലാ നാട്ടികയിലൊക്കെ വോട്ടാണ് കിട്ടിയത് കൂടുതൽ. അപ്പോൾ അങ്ങനെയുള്ള പല സ്ഥലത്തും എല്ലാവരുടെയും വോട്ട് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ റിസൾട്ടാണ്. അതിൻ്റെ അകത്ത് BJPയുടെ പൊളിറ്റിക്സ് നല്ല വിജയിച്ചത്. സുരേഷ് ഗോപിയോട് ഉണ്ടായിരുന്ന ഇക്വേഷൻസ് മാറ്റം മറിച്ചു. അത് ഈ പ്രാവശ്യം മനസ്സിലായി അതൊരു വിജയകരമായ സംഭവം അല്ലാതെ ഒരു പറ്റിക്കലാണ് മനസ്സിലായതോടെ 3-ാം സ്ഥാനത്തേക്ക് പോയി. അതുകൊണ്ട് BJPയുടെ ഉത്തരേന്ത്യൻ ഫ്രെയിംവർക്കും BJPയുടെ ഹിന്ദുത്വ ഐഡിയോളജിയും കേരളത്തിൽ എനിക്ക് തോന്നുന്നില്ല നിലവിൽ സ്വീകരിച്ച് വർക്കാവിന്. മാത്രമല്ല പുതിയ തലമുറ വരുന്ന ആൾക്കാർക്ക് അതിനോടൊരു ആഭിമുഖ്യം ഇല്ല. ഈ വരുന്ന പുതിയ തലമുറയെ സംബന്ധിച്ചുള്ള അവർക്കൊരു ആഭിമുഖ്യം അതിനോട് തോന്നുന്നില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. അവർ വേറെ ഒരു വരുന്ന തലമുറയെ കുറച്ചും കൂടി വേറെ തരത്തിൽ വേൾഡിനെയും അവരുടെ കോസ്മോപോളിറ്റൻ ചിന്ത തന്നെ വേറെ തരത്തിലാണ്. അതിലൊന്നും ഒരു സ്വീകാര്യത BJPക്ക് കിട്ടുന്നില്ല. BJP ഒരു പക്ഷേ അതല്ലെങ്കിൽ ഇവിടെ ഇനി നോക്കാൻ പോണത് കുറച്ച് കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള സ്ഥലം. പിന്നെ തീർച്ചയായിട്ടും മോഡിയുടെ പ്രഭാവം BJPക്ക് എപ്പോഴും സഹായമായിട്ടുണ്ട്. ആ മോഡിയുടെ പ്രഭാവം ഉള്ളിടത്തോളം കാലം കുറച്ച് വോട്ട് ഇനിയും കിട്ടും. മോഡി പരാജയം അല്ലെങ്കിൽ BJP 20% നിന്ന് 14-ലേക്ക് പോയപ്പോൾ ഒരു സംഗതി വളരെ ക്ലിയറായി. സുരേഷ് ഗോപി ജയിച്ചത് BJPയുടെ വോട്ട് കൊണ്ടല്ല, അദ്ദേഹത്തിന്റെ പേഴ്സണൽ വോട്ട് കൊണ്ടാണ് എന്നുള്ളത് വളരെ ക്ലിയറായി. അദ്ദേഹം സ്വന്തം പ്രൊഫൈലില് MP ആയിട്ട് വന്ന ആളാണ്. അതായത് ഞാൻ കേട്ടത് തൃശ്ശൂരെ ഒരു അസംബ്ലി സെക്കൻഡിൽ പോലും BJPക്ക് കാര്യമായ വോട്ടുകൾ കിട്ടിയില്ല. അവിടെ ഇടതുപക്ഷവും UDFും ആണ് വിജയിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇടതുപക്ഷം ഡോമിനേറ്റ് ചെയ്തു. അപ്പോൾ ഒരു കാര്യം വളരെ കൃത്യമായി ആലോചിക്കുന്നുണ്ട്. ഇതേ ഇടതുപക്ഷക്കാരാണ് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്ത് BJPക്ക് ഒരു MPയെയും കേരളത്തിനൊരു മന്ത്രിയും കൊടുത്തത് എന്നുള്ളൊരു വാസ്തവം അവിടെ നിൽക്കുന്നു അല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. അങ്ങനെ സാധനം ഉണ്ടാവില്ല. കാര്യം അതിനൊക്കെ കാരണങ്ങൾ തൃശ്ശൂർ ഇപ്പോൾ കരുവന്നൂർ തെരഞ്ഞെടുപ്പ്, കരുവന്നൂർ സഹകരണ ബാങ്കിലെ ആ വിഷയം ലോക്സഭയിൽ കത്തുന്ന വിഷയമാണ്. അതിൻ്റെയൊക്കെ ഒരു ഗുണഫലം തീർച്ചയായിട്ടും UDFിന് കിട്ടേണ്ടതായിരുന്നു. പക്ഷെ കിട്ടിയത് മുഴുവൻ സുരേഷ് ഗോപിക്കാണ്. സാറിന് അറിയാലോ ആ കാര്യത്തിൽ ഇടതുപക്ഷത്തിന്റെ ആൾക്കാർ തന്നെയാണ് കരുവന്നൂർ ബാങ്കിൽ CPMനെതിരെ മുദ്രാവാക്യം ഉയർത്തിയത്. അവരൊക്കെ വിചാരിച്ചു സുരേഷ് ഗോപി വരികയും വലിയ തരത്തിലൊരു അന്വേഷണം ഉണ്ടാവുകയും അതിലെന്ത് ഗുണം ചെയ്യുന്നുള്ളത്. പിന്നെ സുരേഷ് ഗോപിയുടെ ക്യാമ്പയിൻ മുഴുവൻ തൃശ്ശൂർ, ആ സമയത്ത് ഞാൻ വോട്ട് ചെയ്യുന്ന സ്ഥലമല്ലേ, എയിംസ് ഉടനെ വരും. അതുപോലെ മറ്റേ പുതിയ പല പ്രതീക്ഷകളും തൃശ്ശൂർക്കാർക്ക് ഓരോരുത്തരും തൃശ്ശൂർ നടക്കുന്ന ഓരോ മനുഷ്യൻ, തൃശ്ശൂർ നിങ്ങൾ പുറത്തിറങ്ങിയ ഓരോ മനുഷ്യരും, അത് കച്ചവടക്കാരായിക്കോട്ടെ, ഓട്ടോ ഡ്രൈവർമാരായിക്കോട്ടെ, മറ്റ് ബാങ്ക് ഉദ്യോഗസ്ഥരായിക്കോട്ടെ, ആരെങ്കിലും എല്ലാവർക്കും പ്രതീക്ഷയായിരുന്നു ഉടനൊക്കെ തൃശ്ശൂർ നഗരം ഒരു സിംഗപ്പൂരായി മാറുമെന്ന ധാരണകളുണ്ടായിരുന്നത്. അതൊക്കെ പൊളിഞ്ഞു പാളീസായി. അതാണ് യാഥാർത്ഥ്യം. പൊളിഞ്ഞു പാളീസായി. അതിന് ദേഷ്യ ആൾക്കാർക്കുണ്ട്. എനിക്ക് തോന്നുന്നു അടുത്ത ലോക്സഭ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി തന്നെ മത്സരിക്കുകയാണെങ്കിൽ
വളരെ ദയനീയമായിരിക്കും അദ്ദേഹത്തിന്റെ റിസൾട്ട്. കാര്യം ഇപ്പൊ ഒരു ആങ്കർ ഉണ്ട് ഇപ്പൊ ആൾക്കാർക്ക്, ഒന്നും നടന്നില്ലല്ലോ, എല്ലാം പറ്റിക്കലായില്ലേ. ഒരു എയിംസും ഇല്ല, ഒന്നുമില്ല, ഒരു വികസനവും ഇല്ല, ഒന്നുമില്ല, പറഞ്ഞ ഒന്നും നടന്നില്ല. അവിടെയാണ് ഈ മെസ്സേജിങ് അല്ലെങ്കിൽ കാലത്തിന്റെ സ്പന്ദനത്തെ അളക്കാനുള്ള രാഷ്ട്രീയക്കാരുടെ കഴിവ്. അത് നടന്നില്ലെങ്കിൽ നിങ്ങൾ ഇലക്ഷനോ അല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെ വികസനം ചെയ്താലും, എന്തൊക്കെ ക്ലെയിംസ് ഉണ്ടെങ്കിലും, എന്തൊക്കെ കേഡർ പാർട്ടികൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്താലും നിങ്ങൾക്ക് ജയിക്കാൻ കഴിയില്ല. നിങ്ങൾ കാലത്തിൻ്റെ സ്പന്ദനം അറിയേണ്ടിയിരിക്കുന്നു. അത് എനിക്ക് തോന്നുന്നു ഈ പ്രാവശ്യം വി ഡി സതീശൻ, അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനെ കോൺഗ്രസിനെ എതിരാളികൾക്ക് പോലും തോൽപ്പിക്കാതെ അദ്ദേഹത്തെ തന്നെ മുഖ്യമന്ത്രിയാകാനുള്ള ഒരു അന്തരീക്ഷം രൂപപ്പെട്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. കേരളത്തിൽ പ്രത്യേകിച്ച് വയനാട്ടിലെ ആ പോസ്റ്റർ വന്നിരിപ്പില്ലേ, ഗാന്ധി ഫാമിലിക്കും കേരളത്തിൽ നടക്കുന്നത് ഒരു ബിൽഡപ്പ് അല്ല, ആർട്ടിഫിഷ്യൽ അല്ല, അത് റിയൽ ആണെന്ന് അവർക്ക് തോന്നലുണ്ടായി എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് വി ഡി സതീശൻ കാലത്തിൻ്റെ ഒരു നിയോഗം പോലെ കേരളത്തിൻ്റെ ആ പഴയ എൻ്റെ സുഹൃത്ത് ശ്രീ പി ജെ ചെറിയാൻ മുസ്രീസിലെ പാമ നടത്തുന്ന ആൾ പറയുന്ന പോലെ ഒരു പഴയ സമർണ, അദ്ദേഹം ഒരു ടേം ഉപയോഗിക്കാറുണ്ട്. അത് ആ ഒരു പാരമ്പര്യം, മുസ്ലിസ് പാരമ്പര്യത്തിൽ, മുസ്ലിസിൽ എല്ലാ കമ്മ്യൂണിറ്റികളും ജൂതന്മാർ ഉൾപ്പെടെ കേരളത്തിൽ താമസിക്കുകയും വന്ന എല്ലാ ജൂതന്മാർക്കും മുസ്ലിങ്ങൾക്കും സ്ഥലവും പള്ളി വെക്കാനുള്ള സ്ഥലമൊക്കെ കൊടുത്തത് നാട്ടുരാജാക്കന്മാരായിരുന്നു. ആ ഒരു ഫീലിംഗ് കേരളത്തിൽ കിടപ്പുണ്ട്. അതിൻ്റെ ഒരു വ്യക്തമാകാൻ മുസ്ലിംസ് ഏരിയയിലുള്ള ഒരു വി ഡി സതീശൻ തന്നെ വന്നു എന്നുള്ളത് ചിലപ്പോൾ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു വിനോദമായിരിക്കും. അദ്ദേഹം തന്നെ വേണം ഇത് ചെയ്യാൻ എന്നുള്ളൊരു നിയോഗം കാലം ചെയ്തിരിക്കണം. അദ്ദേഹം മുസ്ലിംസ്, അതായത് പറവൂര് മുസ്ലിംസ് ഏരിയയുടെ അടുത്തുള്ള അവിടെ നിന്ന് തന്നെയുള്ള അതാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെയൊക്കെ ഒരു പാരമ്പര്യം ഉൾക്കൊള്ളുകൊണ്ട് വന്ന ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിന് കിട്ടിയത്. ഈ മെസ്സേജിങ് വളരെ ക്ലിയറായിട്ട് ഈ മാധ്യമ കോലാഹലങ്ങൾക്കിടയ്ക്കൂടെ നമ്മുടെ വോട്ടേഴ്സും നമ്മുടെ സമൂഹവും മനസ്സിലാക്കും എന്ന് കരുതട്ടെ. നന്ദി, നമസ്കാരം. വേറെ വിഷയമായി ഞങ്ങൾ വീണ്ടും